മുംബൈ ആയിരിക്കും ഈ സീസൺ ലേലത്തിന് മുമ്പേ തന്നെ ഭയങ്കര സ്മാർട്ടായിട്ട് അവർ ടീമിനെ നിലനിർത്തിയതും പിന്നെ ട്രേഡുകൾ നടത്തിയതൊക്കെ അവരാണ്. ഇപ്പോൾ പിന്നെ നേരത്തെ തന്നെ അവർ അർജുൻ ടെണ്ടുൽക്കറെ കൊടുക്കുന്നുണ്ട്, ഷർദുൽ താക്കൂറിനെ കൊണ്ടുവരുന്നുണ്ട്, മായൻമാർക്കണ്ടയെ കൊണ്ടുവരുന്നുണ്ട്, റുദർഫോർഡിനെ കൊണ്ടുവരുന്നുണ്ട്. ലേലത്തിലേക്ക് വരുന്ന സമയത്ത് ക്വിന്റൻ ഡീകോക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീകോക്കൊന്നും ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. മുംബൈ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യക്കെതിരെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് 3-ാം ഏകദിനത്തിൽ. T20 സീരീസിൽ അദ്ദേഹം അവർ ജയിച്ച കളിയിൽ 90 റൺസ് അടിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് സൗത്ത് ആഫ്രിക്കനിലേക്ക് തിരിച്ചെത്തിയ മനുഷ്യനാണ്. പിന്നെ മുംബൈയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഇന്നലെ ആകാശ് അംബാനി പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ലവ് സ്റ്റോറിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 2019-20 സീസണിലൊക്കെ മുംബൈ കിരീടം അടിക്കുന്ന സമയത്ത് രോഹിത് ശർമ്മ, ക്വിന്റൻ ഡീകോക്ക് ആ ജോഡിയായിരുന്നു. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ബാക്ക് ഇപ്പോൾ റിക്കിൾട്ടൺ ഫോം ഔട്ടായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്വിന്റൻ ഡീകോക്കിന്റെ വരവ്, അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ ഓപ്ഷൻ കൂടിയാണ്. അതേക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണക്കുകളിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ ചിലപ്പോൾ നമുക്ക് അത്തരത്തിൽ അല്ല, ഇന്ത്യക്കെതിരെ ജയിച്ച കളിയിൽ 42 ബോളിൽ 90 റൺസ് അടിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് ശരിയാണ്. അല്ല, വെറുതെ അങ്ങനെ മുംബൈ പ്ലാൻ ഇട്ടെടുക്കും. പക്ഷെ മുംബൈയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പിന്നെ ഓപ്ഷനിൽ ഇടപെട്ട രീതി, ഇപ്പൊ കാമറൂൺ ഗ്രീനിന് വേണ്ടിയിട്ട് അവരൊരു 2.45 കോടി വരെ പിന്നാലെ നടന്ന് വിളിച്ചിട്ടുണ്ട്. പല താരങ്ങളിലും അവർ മറ്റ് ഫ്രാഞ്ചൈസികളെ എന്നിട്ട് പോലും മറ്റ് ഫ്രാഞ്ചൈസികളെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി അവർ പിന്നാലെ പോകുന്നുണ്ട് പല താരങ്ങൾക്കെതിരെയും. ഇതിൽ അവർ 1 കോടി 2.75 ആകെ കയ്യിലുള്ളത്. അതിൽ 1 കോടിക്ക് അവർ ഉദ്ദേശിച്ച താരത്തെ തന്നെ അവർക്ക് കിട്ടി എന്നുള്ളതാണ്. വേറൊരാള് അതെ, പിന്നെയുള്ള ബാക്കിയുള്ള താരങ്ങളൊക്കെ അവർ ഇതുപോലെ തന്നെ അവർ പ്ലാൻ ചെയ്തിരുന്നു മുമ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഡൊമസ്റ്റിക് താരങ്ങളെയാണ് അവർ പിന്നെ ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെ 30 ലക്ഷം വെച്ചിട്ട് അവരിങ്ങനെ കുറെ താരങ്ങൾ എടുക്കുന്നു. പിന്നെ അവരുടെ ഡെപ്ത് ഒക്കെ നോക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഏറ്റവും ഡെപ്ത് ഉള്ള ടീമുകളിലൊന്നായിട്ട് വേണം നിങ്ങൾക്ക് മുംബൈ പരിഗണിക്കാൻ സാധിക്കുമെന്നുള്ളത്. ക്വിന്റൻ ഡീകോക്ക് തിരിച്ചു വരുന്നു, രോഹിത് ശർമ്മയും ഡീകോക്കും കൂടി പിന്നെ ഓപ്പൺ ചെയ്യുന്നു. സൂര്യകുമാർ യാദവ് ഫോം ഔട്ട് ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു IPL മെറ്റീരിയലാണ്. അദ്ദേഹം IPL-ലേക്ക് വരുന്ന സമയത്ത് ഫോമിലേക്ക് തിരിച്ചെത്തും. പിന്നെ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പൊസിഷൻ 3rd തന്നെയാണ് അദ്ദേഹം ഇറങ്ങുന്നത്. തിലക് വർമ്മ വരുന്നു, ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ്. ശ്രദ്ധിക്കണം. തിലക് വർമ്മ 4th വരുന്നു, ഹാർദിക് പാണ്ഡ്യ വരുന്നു, നമൻധീർ വരുന്നു, റുദർഫോർഡ് വരുന്നു. അവരുടെ ബോളിംഗ് ഓപ്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ട്രെന്റ് ബോൾട്ടും ബുംറയും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവര് എന്ന് പറഞ്ഞാൽ ഓപ്ഷന് മുമ്പേ തന്നെ ഒരു പെർഫെക്റ്റ് ടീമാണ്. ഓപ്ഷനിലും അവരെടുത്തേക്കുന്നത് പിന്നെ ഡീകോക്കിന്റെ തിരിച്ചറിവടക്കം ഓപ്ഷന് മുമ്പേ തന്നെ അവർ നടത്തിയ ട്രേഡുകളൊക്കെ നല്ല ട്രേഡാണ് എന്ന അർത്ഥത്തിൽ മുംബൈ ഈ സീസണിൽ എന്തായാലും നമുക്കൊരു 60% മുകളിലൊക്കെ അവർക്ക് നമുക്ക് ഉറപ്പായിട്ടും ഇത്തവണ കിരീടം നേടാൻ സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിൽ ഒന്നായിട്ട് പരിഗണിക്കാൻ സാധിക്കും എന്നുള്ളതാണ്.